പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് കുടംപുളിയിട്ട ചൂരമീൻ കറിയാണ്. അതിനുവേണ്ടി ചൂരമീൻ വെട്ടി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, 4 വറ്റൽമുളക് തുടങ്ങിയവയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി അതൊരു വെള്ളത്തിൽ ചാലിച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടി 2 ടേബിൾ സ്പൂണും മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണുമാണ് എടുത്തിരിക്കുന്നത്. കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അത് ചൂടായി എണ്ണയൊഴിച്ച് കടുകിട്ടു. ശേഷം ചെറിയ ഉള്ളി ഇട്ടു. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വറ്റൽമുളക് തുടങ്ങിയവയിട്ട് അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളറാകണം. ബ്രൗൺ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി അതിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് ലേശം ഉലുവാപ്പൊടി അത് ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച മല്ലിപ്പൊടി, മുളക് പൊടി ചാലിച്ച് വെച്ചത് അത് ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. പച്ചമണം ഒന്ന് മാറുന്നത് വരെ ചെറു തീയിൽ മൂപ്പിക്കാം. തീ കൂട്ടി കൊടുക്കരുത്, കരിഞ്ഞു പോകും. അല്ലാതെ ഡയറക്റ്റ് മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്തും നമുക്ക് തയ്യാറാക്കാം. ഇതിപ്പം കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ പുളിയും പുളിവെള്ളവും കൂടി ചേർക്കുന്നു. അത് നന്നായി ഒന്ന് ഇളക്കണം. ഇളക്കി യോജിപ്പിക്കുക. മീൻകറിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് എപ്പോഴും കുറഞ്ഞ് നിൽക്കാവുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാണ്. മീൻ ചാറ് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ഒരിക്കലും സ്പൂൺ ഇട്ട് ഇളക്കരുത്. കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. ചട്ടി ചെറുതായിട്ടൊന്ന് കറക്കുകയേ ചെയ്യാവൂ. അതിപ്പോൾ കാണിക്കാം. ഒരു കൈ ഫോണും പിടിച്ച് ഒരു കൈ വീഡിയോയും എടുത്ത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. ചട്ടി ചെറുതായി ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ചാറും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. അതിനുശേഷം ചെറുതീയിലിത് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പാത്രത്തിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. വെന്തോന്ന് നോക്കാം. മീൻകറി വറ്റി വരുന്നുണ്ട്. മീൻകറി വറ്റി വരുന്നു. വീഡിയോ മാക്സിമം 5 മിനിറ്റിൽ താഴെ നിൽക്കാനാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അങ്ങനെ ചൂരമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ 2 സ്പൂൺ പച്ചവെളിച്ചെണ്ണ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. കറിവേപ്പില 1 തണ്ടേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് 1 തണ്ടേ ചേർത്തുള്ളൂ. അങ്ങനെ മീൻകറി ഇവിടെ റെഡിയായി. നല്ല ആവി പറക്കുന്ന